അപ്പോൾ നമ്മൾ പഠിച്ചത് റിട്ടുകൾ എന്താണ് എന്ന് പഠിച്ചു, റിട്ടുകളുടെ അധികാര പരിധിയെപ്പറ്റി പഠിച്ചു, റിട്ടുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കിയിട്ട് അതിൽ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിട്ടിനെ പറ്റിയും പഠിച്ചു. ഇനി അവശേഷിക്കുന്നത് 4 റിട്ടുകളുണ്ട്. അത് ഏതൊക്കെയാണ്? മാൻഡമസ് ഉണ്ട്, കോവാറൻ്റെ ഉണ്ട്, പ്രൊഹിബിഷൻ ഉണ്ട്, സേഷറി ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കിതിൽ മാൻഡമസ് എന്ന് പറയുന്ന ആ ഒരു റിട്ടുണ്ടല്ലോ. എന്താണ് മാൻഡമസ് എന്ന് പറയുന്നൊരു റിട്ട്? അതിനെക്കുറിച്ച് എന്താണ് കേട്ടിരിക്കുന്നത്? എന്താണ് അനിത കേട്ടിരിക്കുന്നത്? എന്താണ് മാൻഡമസിനെ കുറിച്ച്? ഒരു അർത്ഥമാണ്, വാച്യമായ ഒരു അർത്ഥം, വാക്കുകൾ കൊണ്ട് പറയുന്നൊരു അർത്ഥമാണ്. എന്താണ്? കമാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതിൽ വരുന്നത് അല്ലേ. ഞാൻ ആജ്ഞാപിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ഐ ആവാം, അതല്ലെങ്കിൽ വി ആവാം. ഒരു ജഡ്ജിയെ ഉള്ളെങ്കിൽ ഐ കമാൻഡ് വരും അല്ലേ. 2 പേരുണ്ടെങ്കിൽ എന്ത് വരും? വി കമാൻഡ് എന്നും വരും. അപ്പോൾ കമാൻഡാണ് ഇവിടെ വരുന്നത്. ആരുടെ കമാൻഡാണ്? കോടതിയുടെ കമാൻഡാണ് വരുന്നത്. കോടതിക്ക് കമാൻഡ് ചെയ്യാൻ പറ്റും. ആരോടാ കമാൻഡ് ചെയ്യാൻ പറ്റുക, ആജ്ഞാപിക്കാൻ പറ്റുക? കമാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് വിധേയനായിട്ടുള്ളൊരു വ്യക്തിയോട് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ ക്ലാസ് മുറിയുടെ അകത്ത് നിങ്ങളുള്ളിടത്തോളം കാലം എനിക്ക് നിങ്ങളോട് കമാൻഡ് ചെയ്യാൻ പറ്റും. ക്ലാസ് മുറിക്ക് പുറത്ത് നിങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങളോട് കമാൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാര്യം ക്ലാസ് മുറിക്ക് വെളിയിൽ നിങ്ങളുടെ അധികാരി എന്ന് പറയുന്നത് മറ്റാരൊക്കെയോ ആണ്, ഞാനല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് കമാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ കോടതിക്ക് കമാൻഡ് ചെയ്യാൻ പറ്റുന്നത് ആരോട് മാത്രമേ ഉള്ളൂ? കോടതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ ഉള്ളൂ. അതാരായിരിക്കാം? അത് ഗവൺമെൻറ്റാണ് അല്ലേ. ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറിയാണ്. അപ്പോൾ നിയമനിർമ്മാണ സഭ, നിർവഹണ വിഭാഗം, കോടതി, ഇത് 3 ഇവിടെയുള്ളത്. ഇതിൽ തന്നെ നമ്മൾ പറയാറുണ്ട് ഈ കോടതി എന്ന് പറയുന്ന ആൾ അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട് 1900 എക്സിക്യൂട്ടീവിനെയും ലെജിസ്ലേച്ചറിനെയും തമ്മിൽ വേർതിരിച്ചത് 1961 വന്നിട്ടുള്ള ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് മുഖാന്തരമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതിനെ? ലെജിസ്ലേച്ചറിനെ എക്സിക്യൂട്ടീവിനെ തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത് 1861 വന്ന ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. അത് പ്രകാരമാണ് ഇവിടെ നമ്മുടെ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളൊക്കെ, അതായത് ദിനകർ റാവു, പണ്ഡിറ്റ് ദിനകർ റാവു, രാജാവ് ഓഫ് ബനാറസ്, അങ്ങനെ കുറേ ആൾക്കാർ ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുന്ന ആ ഒരു കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട് വരാനായിട്ട് തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ ലെജിസ്ലേച്ചറിനെയും അല്ലേ എക്സിക്യൂട്ടീവിനെയും തമ്മിൽ വേർതിരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും തമ്മിലും വേർതിരിച്ചിട്ടുണ്ട്. സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ്സ് ഫ്രം ജുഡീഷ്യറി കേട്ടിട്ടില്ലേ? അതെവിടെയാണ് പറയുന്നത്? എവിടെയോ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏത് ആർട്ടിക്കിളിലാണെന്ന് ഓർക്കുന്നുണ്ടോ? സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ്സ് ഫ്രം ജുഡീഷ്യറി 50 എന്ന് പറഞ്ഞ ആർട്ടിക്കിളിലാണ്. കവിതയാണ് ഉത്തരം പറഞ്ഞത് അല്ലേ കവിത? 50 എന്നുള്ള ആർട്ടിക്കിളിലാണ് സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ്സ് ഫ്രം ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഈ 50 എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾപ്പെടുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നെങ്കിൽ ഈ മാർഗനിർദ്ദേശക തത്വം അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ് പെടുന്നത്? പാർട്ട് 4 അല്ലേ. പാർട്ട് 4 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെ? 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകളാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിലുള്ളത്. അതിൽ 50ാമത്തെ ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ പറഞ്ഞ എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്നും വേർതിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വേർതിരിച്ചില്ലെങ്കിൽ ചില കുഴപ്പമുണ്ടെന്നറിയാവോ? എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടത് നിർവഹണമാണ്. ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിർവഹിക്കേണ്ടുന്ന ആൾക്കാരാണ് എക്സിക്യൂട്ടീവ്സ്. അവർ ശരിക്കും നിർവഹിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ അവതാളത്തിലായി പോകത്തില്ലേ? അപ്പോൾ നമ്മൾ അവതാളത്തിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ ചെന്ന് സമീപിക്കേണ്ടി വരും? കോടതിയെ ചെന്ന് സമീപിക്കേണ്ടി വരും. അപ്പോൾ കോടതിയും എക്സിക്യൂട്ടീവും അളിയനുമായിട്ട് തോളത്ത് കേട്ട് നടക്കുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് നീതി കിട്ടുമോ? ഇല്ല. ആ നീതി കിട്ടാതിരിക്കാൻ വേണ്ടി ഇവന്മാർ രണ്ടുപേരും എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്ത് അങ്ങോട്ട് ഇട്ടിരിക്കുന്നു. അതാണ് ആർട്ടിക്കിൾ ഏതിൽ പറയുന്നത്? 50 പറ സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ്സ് ഫ്രം ഏത്? ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് കോടതിയിൽ നമുക്ക് അർഹതപ്പെട്ട ഒരു സേവനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോടതിയിൽ ചെന്ന് നമ്മൾ പരാതി പറയും. അപ്പോൾ കോടതി ഇങ്ങനെ നോക്കും. നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലുമൊക്കെ റൈറ്റാണ് അവിടെ ഹനിക്കപ്പെട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നേരെ അതൊരു റിട്ടായിട്ട് കോടതി എന്ത് ചെയ്യുന്നു? ബന്ധപ്പെട്ട വകുപ്പിന് കൊടുക്കും. അതാണ് സംഭവം. അപ്പോൾ മാൻഡമസ് വെച്ചാൽ കമാൻഡ് ചെയ്യുന്നു. ആര് കമാൻഡ് ചെയ്യുന്നു? കോടതി കമാൻഡ് ചെയ്യുന്നു. സിംഗിൾ ജഡ്ജാണെങ്കിൽ ഐയും, ഒന്നിലധികം ജഡ്ജിമാരുണ്ടെങ്കിൽ വിയും കമാൻഡ് ചെയ്യുന്നു. ആരോടാ കമാൻഡ് ചെയ്യുന്നത്? അപ്പോൾ ഗവൺമെൻറ്റിനോടാ കമാൻഡ് ചെയ്യുന്നത്. ഗവൺമെൻറ് അല്ലേ, ഗവൺമെൻറ്റിനോട് കമാൻഡ് ചെയ്യുന്നു. കോടതി കമാൻഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഗവൺമെൻറ്റിനോട് കമാൻഡ് ചെയ്യുന്നത് എപ്പോഴായിരിക്കാം? സർവീസ് ഡിനേ ചെയ്യുമ്പോഴാണ്.
അല്ല, സർവീസ് ഡിനേ ചെയ്യുമ്പോൾ, സേവനം, അർഹതപ്പെട്ട സേവനം നിഷേധിക്കപ്പെടുമ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്നൊരു കമാൻഡാണ്. ഏത് കമാൻഡ് എന്ന് പറയുന്നത്? ഈ പറയുന്ന മാൻഡമസ് എന്ന് പറയുന്നൊരു കമാൻഡ്. അതാണ് ഞാൻ കൽപ്പിക്കുന്നു, ഞാൻ ഉത്തരവിടുന്നു. ആരോടാ ഉത്തരവിടുക? സർക്കാരിനോടാണ് ഉത്തരവിടേണ്ടി വരിക, അല്ലേ? അപ്പം അങ്ങനെ സംഭവങ്ങൾ വരികയാണ്. ഇനി നമ്മളൊന്ന് നോക്കുക, അല്ലേ? സർക്കാരിനോട് കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? സർക്കാർ പ്രതിജ്ഞാബദ്ധനല്ലേ? സർക്കാർ പ്രതിജ്ഞാബദ്ധനാണ്. അതുകൊണ്ട് സർക്കാരിനോട് അവർക്ക് കമാൻഡ് ചെയ്യും. അപ്പോൾ മാൻഡമസ് എന്ന് പറയുന്ന ഉത്തരവ് ആർക്കെതിരെയാണ് പുറപ്പെടുവിക്കുക? സർക്കാരിനെതിരെ പുറപ്പെടുവിക്കുള്ളൂ. ഇപ്പോൾ അംബാനിയും അദാനിയും ടാറ്റയും ബിർളയും ഒക്കെ ഉണ്ട്. ടാറ്റയോടും ബിർളയോടും അംബാനിയോടും അദാനിയോടും ഒക്കെ മാൻഡമസ് എന്നുള്ളൊരു റിട്ട് കൊടുക്കുമോ? അവർക്ക് കൊടുക്കില്ല. അവർക്ക് വേറെ വല്ലതും ആയിരിക്കും കൊടുക്കുക. പക്ഷേ ഇതെപ്പോഴും ആർക്കെതിരെ കൊടുക്കുകയുള്ളൂ? ഗവൺമെൻറ്റിന് എതിരായിട്ടേ കൊടുക്കുകയുള്ളൂ, കേട്ടോ. ഇനി ഇത് ആർക്കാണ് സമർപ്പിക്കാൻ പറ്റുന്നത്? ആർക്ക് സമർപ്പിക്കാൻ പറ്റും? ജനങ്ങളിൽ ആർക്കൊക്കെയാണോ സേവനം കിട്ടാത്തത് അവർക്ക് മാത്രം. അത് എനിക്ക് മറ്റൊരാൾക്ക് സേവനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അഗ്രീവ്ഡ് പേഴ്സൺ ആരാണോ അത് ലഭിക്കാതിരിക്കുന്നത് മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക? ഈ പറയുന്ന മാൻഡമസ് കൊടുക്കാൻ പോകും. ഇത് അഗ്രീവ്ഡ് പേഴ്സൺ, അതായത് അതുമൂലം ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക? ഈ പറയുന്ന മാൻഡമസ് എന്ന് പറയുന്ന ഒരു ഹർജിയിൽ, അല്ലേ, കോടതിയെ സമീപിക്കാനായിട്ട് സാധിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് മാൻഡമസിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്. മാൻഡമസ് 2-3 കാര്യങ്ങൾ ഇതിൽ വരുന്നുള്ളൂ, അല്ലേ? ഇനി അടുത്തൊരെണ്ണമുണ്ട്. അതിൽ പേരെന്തെന്നറിയാവോ? കോ വാറൻറ്റോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കോ വാറൻറ്റോ എന്താണ്? കോ വാറൻറ്റോ പേരിൽ തന്നെയുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, അല്ലേ? കോ വാറൻറ്റോ ക്വസ്റ്റ്യൻ ചെയ്യുകയല്ലേ? ക്വസ്റ്റ്യനാണ്. അപ്പോൾ ചോദ്യം തന്നെയാണ്, ചോദ്യമാണ് ഇതിൽ വരുന്നത്. എന്താണ് ചോദ്യം? ഇത് സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു തസ്തികയിൽ ഒരു വ്യക്തി ഇരിക്കുന്നു. ആ വ്യക്തി ഇരിക്കുമ്പോൾ മറ്റൊരാൾക്ക് തോന്നുകയാണ് അയാളേക്കാൾ യോഗ്യത എനിക്കുണ്ട്, എന്നേക്കാൾ എന്തധികം യോഗ്യതയാണ് അയാൾക്കുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹർജിയാണ് ഏത്? കോ വാറൻറ്റോ. ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഓൺ വാട്ട് അതോറിറ്റി, അതാണ് അതിൻ്റെ മീനിങ്. അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ അതോറിറ്റി എന്നുള്ളതാണ്. ഓൺ വാട്ട് അതോറിറ്റി അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ അതോറിറ്റി, വാട്ട് ഈസ് യുവർ അതോറിറ്റി, യോഗ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഒരു ഹർജിയാണ്. അപ്പോൾ യോഗ്യത ഇല്ലാത്തയാൾ ഒരു പ്രത്യേക പദവിയിൽ ഇരുന്ന് കഴിയുമ്പോൾ ആ യോഗ്യത ഉള്ള മറ്റാർക്കെങ്കിലും ഇത് കൊടുക്കാം. അവർക്ക് മാത്രമല്ല, യോഗ്യത ഇല്ലാത്തവർക്ക് കൊടുക്കാം. കാര്യം ഇപ്പം എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ യോഗ്യതകളെല്ലാം ഉണ്ട്, അയാൾക്ക് ഒരു തസ്തിക കിട്ടിയില്ല, അയാളേക്കാൾ കുറഞ്ഞ ഇതുള്ള ഒരാളിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇയാളെ തഴഞ്ഞ് അയാളെ എടുത്തു എന്ന് എനിക്ക് ഒരു സംശയം വരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന യോഗ്യതകൾ എന്ന് ചോദിക്കുന്നു. അത്രയുള്ള സംഭവം. ഓൺ വാട്ട് അതോറിറ്റി. അപ്പോൾ നമ്മളങ്ങനെ നോക്കിയാൽ നമുക്ക് ഇപ്പോൾ ചില സർവകലാശാലകളിലൊക്കെ വൈസ് ചാൻസലറെ പോലുള്ള ആൾക്കാരൊക്കെ വരാൻ നേരത്ത് അവരുടെ യോഗ്യതയെ സംബന്ധിച്ച് തർക്കം എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ കേസ് കണ്ടില്ലേ? യോഗ്യതയില്ലാത്തയാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതി കോടതിയുടെ വിധിയും വന്നിട്ടുണ്ട്. ചില ആൾക്കാർ സ്ഥാനത്തൊക്കെ ഇറങ്ങിപ്പോയിട്ടില്ലേ? അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ കോ വാറൻറ്റോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ യോഗ്യതയില്ലാത്തയാൾ ഇപ്പോൾ കോളേജുകളിൽ ക്ലാസ് എടുക്കാനായിട്ട് വിളിക്കുകയാണ്. അവിടെ പെർമനൻ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റി ആയിട്ട് നിയമിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടി വരും? ഇന്ന നിബന്ധനകൾ വേണ്ടി വരും. ആ നിബന്ധനകളൊന്നും ഇല്ലാത്ത ആൾക്കാർ അവിടെ ആ തസ്തിക ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യുന്നു? ചോദ്യം വരുന്നു. നമ്മൾ കേട്ടിട്ടുള്ളത്, വാർത്തകളിലൊക്കെ വന്നിട്ടുള്ളതല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കതിനെ ചോദ്യം ചെയ്യാനായിട്ടാണ് എന്ത് നമ്മൾ ഉപയോഗിക്കുന്നത്? കോ വാറൻറ്റോ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോ വാറൻറ്റോ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. കോ വാറൻറ്റോ ചോദ്യം ചെയ്യുകയാണ്. ഓൺ വാട്ട് അതോറിറ്റി, അതാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് കോ വാറൻറ്റോ. ഓൺ വാട്ട് അതോറിറ്റി, എന്താണ് നിങ്ങളുടെ യോഗ്യത? അതായത് യോഗ്യതയില്ലാത്തൊരു വ്യക്തി ഒരു കസേരയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊസിഷനിലിരിക്കുമ്പോൾ അയാളുടെ യോഗ്യതയെ ചോദ്യം ഏത് സ്ഥാപനത്തിലാണ്? പ്രൈവറ്റ് സ്ഥാപനത്തിലാണോ? അല്ല, അല്ലേ? നമ്മൾ കോട്ടയം കുഞ്ഞച്ച സിനിമയിൽ മമ്മൂട്ടി പ്രിൻസിപ്പാളെന്നും പറഞ്ഞിരിക്കുന്നുണ്ട്, അല്ലേ? ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? മമ്മൂട്ടിയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ മമ്മൂട്ടി പ്രിൻസിപ്പാളെന്നും പറഞ്ഞിരിക്കുന്നു, അല്ല? ബൈജു പ്രിൻസിപ്പാൾ എന്ന് നമ്മൾ വിളിക്കുന്നത് കണ്ടിട്ടില്ല നമ്മൾ. അപ്പോൾ അതേപോലെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. അതായത് സ്വകാര്യ മേഖലയിൽ എന്തും നടക്കും, അല്ലേ? പക്ഷേ ഇവിടെ എന്ത് വേണം? ഗവൺമെൻറ്റിൻ്റെതാണെങ്കിൽ യോഗ്യത വേണം. യോഗ്യത ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ചോദ്യം ചെയ്യുന്നു. ഏത് പ്രകാരം? കോ വാറൻറ്റോ എന്നത് പ്രകാരം ചോദ്യം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചത് 2 എണ്ണം പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചത്? കോ വാറൻറ്റോ എന്താണെന്ന് പഠിച്ചു, മാൻഡമസ് എന്താണെന്ന് പഠിച്ചു, പിന്നെയോ സെപ്പറേഷൻ ഏതിൻ്റെയൊക്കെ? ജുഡീഷ്യറിയുടെയും എക്സിക്യൂട്ടീവിൻ്റെയും സെപ്പറേഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിത് നിർത്തിയേക്കാം. ഓക്കെ.